ബ്യൂണസ് അയേഴ്സിലെ ചേരിയായ വില്ല ഫിയോറിറ്റോയിൽ ജനിച്ച് തെരുവിൽ ഫുട്ബോൾ തട്ടി പിന്നീട് കുടുംബം നോക്കാൻ ജേഴ്സി അണിഞ്ഞു തുടങ്ങിയ ഡിഗോ മറഡോണ 3-ാം വയസ്സിൽ തുടങ്ങിയ ഫുട്ബോൾ പ്രേമം ലോകമെങ്ങും ഇന്നറിയപ്പെടുന്നത് ഫുട്ബോളിലെ ലോക മഹാത്ഭുതമായാണ്. 8-ാം വയസ്സിൽ ലോസ് സെബോളിറ്റാസ് എന്ന ടീമിലൂടെ ഫുട്ബോൾ ലോകത്തേക്ക് എത്തി അവശ്വസനീയമായ കളിയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു. അങ്ങനെ 16-ാം വയസ്സിൽ അർജന്റീന ടീമിനായി അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്താൻ സാക്ഷാൽ മറഡോണയ്ക്ക് കഴിഞ്ഞു. വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത പ്രതിഭയാണ് മറഡോണ. ഫുട്ബോളിൽ മാത്രം ജീവിക്കുന്നവരുടെ നാടായ അർജന്റീന ഈ ലോകത്തിന് സമ്മാനിച്ച പൊന്നോമന പുത്രൻ. 1986-ൽ മെക്സിക്കോയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച അർജന്റീനയ്ക്ക് വേണ്ടി നായകൻ ഡീഗോ മറഡോണ കിരീടമേറ്റുവാങ്ങുമ്പോൾ ലോകം ഞെട്ടിത്തെരിച്ചു. അപ്പോഴും ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ മറഡോണ നേടിയ 2 ഗോളുകളെ കുറിച്ചുള്ള ചർച്ച ലോകമെമ്പാടും തുടരുകയായിരുന്നു. അതിലാദ്യത്തേത് ദൈവത്തിന്റെ കൈകൊണ്ട് നേടിയ ഗോൾ എന്നും രണ്ടാമത്തേത് നൂറ്റാണ്ടിന്റെ ഗോൾ എന്നും വാഴ്ത്തപ്പെട്ടു. 5 ഇംഗ്ലീഷ് താരങ്ങളെ പകഞ്ഞു മാറ്റിയാണ് പന്തുമായി ഗ്രൗണ്ടിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ മറഡോണ ഓടിക്കയറി വന്ന് ഗോളടിച്ചത്. അന്നത്തെ ലോകകപ്പ് നേട്ടത്തിന് ശേഷം 36 വർഷങ്ങൾ വേണ്ടിവന്നു അർജന്റീനയിൽ വീണ്ടും ഒരു ലോകകപ്പ് കിരീടമെത്താൻ. 2010-ൽ തന്റെ പിൻഗാമിയായ ലയണൽ മെസ്സിക്കൊപ്പം പരിശീലകന്റെ കുപ്പായത്തിൽ വന്നിട്ടും ക്വാർട്ടർ ഫൈനൽ കടക്കാൻ കഴിയാതെ മടങ്ങിയതും നാം കണ്ടു. 2020-ൽ മറഡോണ മരണത്തിന് കീഴടങ്ങുന്നതുവരെ ലോക കിരീടം അർജന്റീനയിലേക്ക് എത്തിയില്ല. തന്റെ 60-ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പിന്നാലെ നവംബർ 25-ന് മറഡോണ ഈ ലോകത്തോട് വിട പറഞ്ഞു.